നാട്ടിലെ വഴിയമ്പലങ്ങളുടെയും അത്താണികളുടെയും ചരിത്രവും വർത്തമാനവും പ്രതിപാദിക്കുന്ന വഴിയമ്പലം തേടി എന്ന ഡോക്യുമെന്ററിയുടെ ടീസർ പുറത്തിറങ്ങി. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും പാവറട്ടി ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി ഒരുക്കുന്ന ഡോക്യുമെന്ററി ഗുരുവായൂർ സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് നിർവഹിക്കുന്നത്. ടീസറിന്റെ പ്രകാശനം സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ സ്വാമി ഹരിനാരായണൻ നിർവഹിച്ചു. നമ്മുടെ പഴയ തലമുറകൾക്കൊക്കെ ഓർമ്മയുണ്ടായിരുന്ന ഒരു സംഭവമാണ് വഴിയമ്പലങ്ങൾ. കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിലും വഴിയാത്രക്കാർക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വഴിയമ്പലങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. എന്നാൽ പുതുതലമുറയെ സംബന്ധിച്ച് അത്തരം സംഭവങ്ങളൊക്കെ അന്യമായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും തൊട്ടടുത്തുള്ള ചുക്ക് ബസാർ, പാവർട്ടിയിലെ ചുക്ക് ബസാറിൽ ഉള്ള ഒരു വഴിയമ്പലം നമ്മളതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ വഴിയമ്പലം തേടി എന്നുള്ളൊരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ടീസറിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് ഇവിടെ നിർവഹിക്കുന്നത്. റെജി വിളക്കാട്ടുപാടം, സന്തോഷ് ദേശമംഗലം, റാഫി നിലങ്കാവിൽ, ബാബുരാജ് ടി.എം, കമാൽ സി എന്നിവർ പ്രസംഗിച്ചു. വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാനും ദാഹമകറ്റുന്നതിനും തലച്ചുമട് ഇറക്കിവെക്കുന്നതിനുമുള്ള ഇടത്താവളങ്ങളായിരുന്നു വഴിയമ്പലങ്ങൾ. കഴിഞ്ഞ വർഷം പാവറട്ടി ചുക്കു ബസാറിലെ വഴിയമ്പലം ദേവസൂര്യ കലാവേദിയും പരിസ്ഥിതി സംഘടനയായ ഏപ്പാർട്ടും ചേർന്ന് നവീകരിച്ചിരുന്നു. വഴിയമ്പലം തേടി ഡോക്യുമെന്ററിയുടെ രചനയും സംവിധാനവും റാഫി നീലങ്കാവിലും, ക്യാമറ ജസ്റ്റിൻ ജോസ്, നിയോ ജോസഫ്, നോയൽ ജോസഫ് എന്നിവരും, എഡിറ്റിംഗ് ഷിജോ ചൊവ്വല്ലൂരും, ഏകോപനം റെജി വിളക്കാട്ടുപാടവും നിർവഹിക്കുന്നു. വലിയ പോകുന്ന ആളുകൾക്ക് വിശ്രമിക്കാനും അതുപോലെ തന്നെ സൗഹൃദം പങ്കുവയ്ക്കാനുമുള്ള ഒരു കേന്ദ്രം എന്ന രീതിയിലാണ് വഴിയമ്പലങ്ങൾ ഉണ്ടാവുന്നത്. അത് പെരുവഴികളിലും അമ്പലങ്ങളുണ്ടായിരുന്നു, നാട്ടിടവഴികളിലും ഇത്തരം സത്രങ്ങൾ ഉണ്ടായിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള പ്രണാമം.